ഹലോ ഗൈസ്, മല്ലു ടെക് 2.0യുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് അഡോബ് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു ഫോട്ടോ റീസൈസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. PSC, UPSC, SSC തുടങ്ങിയ പരീക്ഷകൾക്ക് അപ്ലിക്കേഷൻ ഫോം അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ ഫോട്ടോ റീസൈസ് ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ ആ ഫോട്ടോ എങ്ങനെ റീസൈസ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഫോട്ടോ റീസൈസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ അഡോബ് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുക. ഇതിപ്പോൾ എൻ്റെ അഡോബ് ഫോട്ടോഷോപ്പാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇത് വേർഷൻ CS4 എന്ന് പറയുന്ന വേർഷനാണ്. മിഡിൽ ഈസ്റ്റ് വേർഷൻ എന്നൊക്കെയാണ് ഇതിന് പറയാം. ഇത് കുറച്ചൊരു പഴയൊരു വേർഷനാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് വേർഷനായാലും കുഴപ്പമില്ല. ജസ്റ്റ് അഡോബ് ഫോട്ടോഷോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ നമ്മൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യണം. അതിനായിട്ട് ഫയൽ ഓപ്പൺ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അവിടെ ദിസ് PC എന്നായിരിക്കും വരിക. അതിൽ പോവുക. നിങ്ങളുടെ ഫയൽ എവിടെയാണോ ഉള്ളത് അത് നിങ്ങൾ ചൂസ് ചെയ്യുക. എൻ്റെ എഡിറ്റ് എന്ന് പറയുന്ന അതിലാണ് ഞാൻ എൻ്റെ ഫോട്ടോ വെച്ചിരിക്കുന്നത്. ഈ ഫോട്ടോൻ്റെ സൈസ് കണ്ടാൽ നിങ്ങൾക്കറിയാം, 4.78 MB ആണ്. അപ്പോൾ ഈ ഫോട്ടോയാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് പ്രസ് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. ഇപ്പോൾ ഫോട്ടോ ഒന്ന് ഓപ്പണായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ റീസൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ റീസൈസ് ചെയ്യാൻ ആകെ ഉപയോഗിക്കുന്ന ഒരേ ഒരു ടൂൾ എന്ന് പറയുന്നത് ക്രോപ്പ് ടൂളാണ്. അപ്പോൾ ക്രോപ്പ് ചെയ്യാനായിട്ട് ഈ ക്രോപ്പ് ടൂളിൻ്റെ ഐക്കണിൽ ഒന്നൊന്ന് പ്രസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യുക. ക്രോപ്പിംഗ് എല്ലാം നിങ്ങളുടെ ഫോട്ടോയ്ക്ക് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഞാനിപ്പോൾ അത്യാവശ്യം ഇതൊന്ന് ക്രോപ്പായി കിട്ടിയിട്ടുണ്ട്. ക്രോപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരാതിരിക്കട്ടെ, കുറച്ച് താഴോട്ട് വന്നാൽ അത്രയും നല്ലത്. കാരണം ഇത്രയും ഭാഗത്തിൽ നമ്മൾ പേര് ടൈപ്പ് ചെയ്യും. ഈ ഒരു റേഞ്ചിലായിരിക്കും നമ്മുടെ ഫോട്ടോ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും ഭാഗത്തിൽ നമുക്ക് പേരും ഡേറ്റും ടൈപ്പ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു അളവിൽ വേണം നിങ്ങൾ ക്രോപ്പ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്നത് ഡബിൾ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റർ പ്രസ് ചെയ്താലും മതി. അപ്പോൾ ക്രോപ്പായി കിട്ടും. അപ്പോൾ ക്രോപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഫയൽ ന്യൂ എന്ന് പറയാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ പോയിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു പേര് നിങ്ങൾ കൊടുക്കുക. ഞാൻ ഇവിടെ ജസ്റ്റ് PSC എന്നാണ് പേര് ടൈപ്പ് ചെയ്യണത്. ഇനി അപ്പോൾ അതിൽ വിഡ്ത്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ PSCക്ക് വേണ്ടിയിട്ടാണ് ആദ്യം ചെയ്യണത്. അപ്പോൾ PSCക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് പിക്സൽസിലായിരിക്കണം കിട്ടേണ്ടത്. അപ്പോൾ അതിൽ വിഡ്ത്തിൽ എത്രയാണോ നിങ്ങൾ വിഡ്ത്ത് ഉദ്ദേശിക്കുന്നത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ വിഡ്ത്ത് വന്നിട്ട് 150 പിക്സൽസാണ് വേണ്ടത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തു. അതേമാതിരി ഹൈറ്റ് വന്നിട്ട് 200 പിക്സൽസാണ് വേണ്ടത്. അതും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ റെസൊല്യൂഷൻ വന്നിട്ട് 200 അല്ലെങ്കിൽ 96 അല്ലെങ്കിൽ 72 ഈ രീതിയിലായിരിക്കും വരിക. അപ്പോൾ നമ്മൾ 200 എന്ന് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മാക്സിമം 200 വിഷയമില്ല. ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വന്നിട്ട് ഈ പുതിയ വിൻഡോ മിനിമൈസ് ചെയ്തിട്ട് പഴയ ഫോട്ടോ എടുത്തിട്ട് ക്രോപ്പ് ചെയ്തതിനെ ഒന്ന് റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ചിട്ട് ഒന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ സെലക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഒന്ന് കട്ട് ചെയ്യണം. അതിനായിട്ട് എഡിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ പോയിട്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ കോപ്പി ചെയ്താലും വിഷയമില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ Ctrl+X അടിച്ച് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+C അടിച്ച് കോപ്പി ചെയ്യുക. ഏത് ചെയ്താലും വിഷയമില്ല. അപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ ഇവിടെ ഒന്ന് Ctrl+X അടിച്ച് കട്ട് ചെയ്യാം. ഇപ്പോൾ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ മിനിമൈസ് ചെയ്തിട്ട് ആ ന്യൂ എന്ന് പറയുന്നതിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണം. അതിനായിട്ട് ഫയൽ പേസ്റ്റുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+V പ്രസ് ചെയ്താലും മതി. അപ്പോൾ പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സൈസ് ഇതിൻ്റെ കറക്റ്റ് ചെയ്യണം. അതിനായിട്ട് Ctrl+T പ്രസ് ചെയ്യുക. Ctrl+T എന്നിട്ട് സൂം ഔട്ട് ആക്കുക. എന്നിട്ട് ആ പിക്ചറെ ആ ക്രിയേറ്റ് ചെയ്ത ഫയലിൽ വരുന്ന മാതിരി റീസൈസ് ചെയ്യുക. ജസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഡബിൾ പ്രസ് ചെയ്യുക. അപ്പോഴാണ് അപ്ലൈ ആയി കിട്ടുള്ളൂ. ഇനി ഇതിൽ നമ്മൾ വീണ്ടും റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പേരും ഡേറ്റും ടൈപ്പ് ചെയ്യാനുള്ള ഭാഗം സെലക്ട് ചെയ്യാം. അത് എത്രയാണ് വേണ്ടത് അത് നിങ്ങളുടെ അളവിൽ നിങ്ങൾ ചൂസ് ചെയ്യുക. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ വന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പിക്ചറിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ലെയർ വിയ കോപ്പി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ലെയർ കിട്ടിയിട്ടുണ്ടാവും. ഈ ലെയർ 2നെ ലെയർ 1ൻ്റെ മുകളിൽ കൊണ്ടുവന്നിടാം. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ പേരും ഡേറ്റും ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാനായിട്ട് ടെക്സ്റ്റ് ടൂൾ ഉപയോഗിക്കാം. ജസ്റ്റ് ഇവിടെ കൊണ്ടുവരിക, ഒന്ന് ഡ്രാഗ് ചെയ്യുക. നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങളുടെ പേര് തന്നെ കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് എനിക്ക് ഈ പിക്ചറിലുള്ള ആളുടെ പേരറിയില്ല, അപ്പോൾ ജസ്റ്റ് ഞാൻ ഡയാന എന്നാണ് ഞാൻ ഇതിന് പേര് കൊടുക്കുന്നത്. ഡയാന എന്ന് ടൈപ്പ് ചെയ്തു. ജസ്റ്റ് ഇനി ആ മൂവ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് ഇത് പൊസിഷൻ മാറ്റാം. ഇനി ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് മാറ്റാൻ ആഗ്രഹമുണ്ട് പറഞ്ഞു വെച്ചാൽ ഒന്നുകൂടി Ctrl+T പ്രസ് ചെയ്ത് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സൈസും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. സൈസ് വലുതാക്കാം, ചെറുതാക്കാം. അത്യാവശ്യം ഇതൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം മൂവൊക്കെ ചെയ്ത് കറക്റ്റ് പൊസിഷനിൽ അലൈൻമെൻറ്റൊക്കെ കറക്റ്റാക്കാം. എന്നിട്ട് ജസ്റ്റ് ഡബിൾ പ്രസ് ചെയ്യുക. വീണ്ടും ടെക്സ്റ്റ് ടൂളിൽ ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് ഡ്രാഗ് ചെയ്യുക. ഞാനിപ്പോൾ വന്നിട്ട് ഇന്നത്തെ ഡേറ്റാണ് കൊടുക്കുന്നത്. നിങ്ങൾ വന്നിട്ട് എപ്പോഴാണോ നിങ്ങളുടെ ഫോട്ടോ എടുത്തത് ആ ഡേറ്റാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് ഞാൻ കൊടുക്കുകയാണ് 28/1/2021. അപ്പോൾ ഡേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മൂവ് ടൂൾ ഉപയോഗിച്ചിട്ടൊന്ന് അലൈൻമെൻ്റ് ഒന്ന് കറക്റ്റായി കൊടുക്കുക. വീണ്ടും ഇതിനെ മാറ്റം വരുത്താൻ, ഇതിൻ്റെ സൈസ് മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും Ctrl+T എന്ന് പറഞ്ഞ ഷോർട്ട് കട്ട് പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സൈസ് ഒന്ന് കറക്റ്റ് ചെയ്യുക. എന്നിട്ടത് നിങ്ങളുടെ കറക്റ്റ് പൊസിഷനിൽ വെച്ചതിന് ശേഷം ഡബിൾ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പിക്ചർ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് സേവ് ചെയ്യാനായിട്ട് ഫയൽ, സേവ് ഫോർ വെബ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യുക, സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതാണ് അതിൻ്റെ ടൂള്. ഇതിൽ വന്നിട്ട് നമുക്ക് 5 വിധത്തിൽ, നമുക്ക് 5 ടൈപ്പിൽ നമുക്ക് സേവ് ചെയ്യാം. 5 ക്വാളിറ്റിയിൽ സേവ് ചെയ്യാൻ പറ്റും. ലോ തൊട്ട് മാക്സിമം വരെ പറ്റും. അപ്പോൾ ലോയിൽ വന്നിട്ട് സൈസ് വന്നിട്ട് 3.32 KB ആണ് ഉണ്ടാവുക. അതേമാതിരി മാക്സിമത്തിൽ വന്നിട്ട് 21.81 KB കിട്ടും. അപ്പോൾ നമുക്ക് ഇതിലൊരു ഹൈ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് ഈ ക്വാളിറ്റി നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും 0 to 100 വരെ. അപ്പോൾ നമുക്ക് അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാം. ഇതിപ്പോൾ വന്നിട്ട് നമ്മൾക്ക് ഇവിടെ ഹൈയിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഹൈയിലിട്ട് കൊടുത്തു ജസ്റ്റ് സേവ് ചെയ്യാം. PSC.jpg എന്താണ് നെയിം വേണ്ടത് അതിവിടെ ഒന്ന് കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക, സേവ് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ പിക്ചർ സേവായി കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ആ പിക്ചർ ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എവിടെയാണോ സേവ് ചെയ്തത് ആ ലൊക്കേഷനിലേക്ക് പോവുക. ഇതിപ്പോൾ ഇവിടെയാണ് ഞാൻ സേവ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ പിക്ചർ. 4.78 MB ആണ് ഇതിന്. ഇപ്പോൾ വന്നിട്ട് നമ്മൾ റീസൈസ് കിട്ടിയ പിക്ചറിൻ്റെ സൈസ് നിങ്ങൾ നോക്കൂ, 8.08 KB ഉള്ളൂ. അതിൻ്റെ ഡയമെൻഷൻസ് 150x200 ആണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഓപ്പണായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ക്വാളിറ്റി വന്നിട്ട് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. വേണമെങ്കിൽ സൂം ചെയ്ത് നോക്കാം. അത്യാവശ്യം ഒരു നല്ല ക്വാളിറ്റിയിലുള്ള പിക്ചർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. സൈസ് 8 KB ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി അതിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ സൂം ചെയ്തുമ്പോൾ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതുപോലത്തെ മറ്റുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.